പരിണയും ഇത്രയും ആളുകൾ ഈ വീട്ടിൽ താമസിക്കുന്നവരാണോന്ന് അക്ഷയ് ഒരു നിമിഷം ഓർത്തുപോയി. പതിവില്ലാതെ എല്ലാരും പുറത്തിറങ്ങി നിൽക്കുന്നത് കണ്ടതും ആരോഗ്യയ്ക്കും എന്തോ പന്തികേട് തോന്നി. എങ്കിലും ധൈര്യം സംഭരിച്ച് ആരോഗ്യ അക്ഷതിനോട് യാത്ര പറഞ്ഞ് കാറിൽ നിന്നിറങ്ങി. അവൾ മുറ്റത്തുനിന്ന് മുന്നോട്ട് നടക്കാൻ തുടങ്ങുന്നതിന് മുൻപ് തന്നെ അകത്തുനിന്നും ഒരാൾ പാഞ്ഞു വന്ന് അവളുടെ കവളിൽ ഒരു ഒറ്റയടി. അക്ഷതും ഡ്രൈവറും ഒരുപോലെ ഞെട്ടിപ്പോയ നിമിഷമായിരുന്നു അത്. കവളി പതിഞ്ഞ അടിയിൽ നിലത്തേക്ക് ഇരുന്നു പോയി ആരോഹി. വണ്ടി മുന്നോട്ടെടുക്കാൻ തുടങ്ങിയ ഡ്രൈവറെ അക്ഷിത് തടഞ്ഞു. 1 സെക്കൻഡ് രവി, അതെന്തിനാണ് ആ കുട്ടി അവൻ അടിച്ചത്? സ്വയം അത് പറഞ്ഞുകൊണ്ട് അക്ഷിത് ഡോർ തുറന്ന് പുറത്തേക്ക് ഇറങ്ങി. അതേസമയം ആരോഹിക്കരികിൽ കലി തുള്ളി നിൽക്കുകയാണ് അർജുൻ. ഒരു നിമിഷം അവനെ തടയാൻ ആർക്കും കഴിഞ്ഞില്ല. വസ്തു പുറത്തേക്ക് വന്ന് ആരോഹിയെ പിടിച്ചെഴുന്നേൽപ്പിക്കാൻ തുടങ്ങിയെങ്കിലും അതിന് തൊട്ടു മുമ്പ് തന്നെ അക്ഷയുടെ കൈകൾ അവളെ താങ്ങിപ്പിടിച്ച് എഴുന്നേൽപ്പിച്ച് നിർത്തിയിരുന്നു. ആരോഹിയുടെ കണ്ണിൽ നിന്നും വെള്ളം വന്നു തുടങ്ങിയിരുന്നു. അപ്പോഴേക്കും ആരോഹി, ഇയാൾ എന്തിനാ തന്നെ അടിച്ചത്? അധികാരഭാവത്തിൽ അക്ഷിത് അവളോട് ചോദിച്ചതും അർജുന്റെ മുഖം ദേഷ്യം കൊണ്ട് വിറച്ചു. ആരോഹി, അവൻ വീണ്ടും വിളിച്ചു. ഇപ്പോഴും അക്ഷയുടെ കരവലയത്തിൽ ഒതുങ്ങിയാണ് അവൾ നിൽക്കുന്നത്. ആ സമയം ചുറ്റും നിൽക്കുന്നവരിൽ തൊട്ടു മുൻപിൽ കലിതുള്ളി നിൽക്കുന്നവനെ ഒന്നും അക്ഷിത് ഗൗനിച്ചില്ല. അവന്റെ കൺമുമ്പിൽ ആരോഹി മാത്രമാണ് ആ നിമിഷം ഉണ്ടായിരുന്നത്. എടോ, താൻ ഓക്കെയല്ലേ? അക്ഷിതിന്റെ ചോദ്യത്തിൽ മെല്ലെ ഒന്ന് തലയാട്ടി അവൾ. തല വെട്ടിപ്പൊളഞ്ഞു പോകുന്ന പോലെ വേദനിക്കാൻ തുടങ്ങി. എവിടെ അഴിഞ്ഞാടാൻ പോയിട്ട് വന്നതടി നീ ഇപ്പോ? അർജുന്റെ വായിൽ നിന്ന് ആ ചോദ്യം വീണതും അക്ഷിതിന്റെ നെറ്റി ചൊളിഞ്ഞു. പക്ഷെ അവനൊന്നും പറഞ്ഞില്ല. ആരോഹി എന്താവോ അവന് മറുപടി കൊടുക്കാൻ പോകുന്നത് എന്നറിയാൻ കാത്തു നിൽക്കുകയാണ് അക്ഷിത്. നോക്ക് അർജുനേട്ടാ, ഞാനൊരു 100 പ്രാവശ്യം പറഞ്ഞു ഞാൻ എന്റെ ജോലി സംബന്ധമായ കാര്യത്തിനാണ് പോയതെന്ന്. വിതുമ്പിക്കൊണ്ട് പറയുകയാണവൾ. ആർക്കറിയാം നീ പറയുന്നൊക്കെ സത്യമാണോന്ന്? കണ്ടവന്റെ കൂടെ കിടക്കാൻ പോയിട്ട് ജോലി സംബന്ധമാണെന്ന് പറഞ്ഞാ പോരെ? അതോ അതും ഇനി ഈ ജോലിയിൽപ്പെടുന്ന കാര്യമാണോ? അത് ചോദിച്ചത് മാത്രമേ അർജുൻ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ. അക്ഷിതിന്റെ കയ്യ് അർജുന്റെ കവളിൽ പതിയാൻ അധികം നേരമൊന്നും വേണ്ടി വന്നില്ല. ആരോഗ്യ ഉൾപ്പെടെ എല്ലാവരും വാപൊത്തി വല്ലാത്തൊരു ഭാവത്തോടെയാണ് ആ കാഴ്ച നോക്കി നിന്നത്. അക്ഷിതിന്റെ കയ്യിൽ നിന്നും ഒരടി കിട്ടിയിട്ടും അർജുന് പ്രത്യേകിച്ച് മാറ്റമൊന്നും ഉണ്ടായില്ല. ഓ, അപ്പൊ പിന്നെ നിന്നെ പറഞ്ഞാൽ ഇവന് പൊള്ളുവല്ലേ? അത് കൊള്ളാലോ. 2 ദിവസം കൊണ്ട് ഇവനെയൊക്കെ മയക്കിയെടുക്കാന് നീ എന്ത് തന്ത്രവാടി പ്രയോഗിച്ചത്? ഇവിടെ ബാക്കിയുള്ളവനൊന്ന് തൊട്ടപ്പം നിനക്കങ്ങ് പൊള്ളിപ്പോയി. ഇതിപ്പോ ഇന്നലെ കണ്ടവന് തൊടാനും പിടിക്കാനും നിന്നു കൊടുക്കാൻ ഒരു മടിയുമില്ലല്ലേ? പറഞ്ഞു തീർന്നതും അക്ഷിതിന്റെ വക മറ്റൊരടിയും കൂടി അവന്റെ കവളിൽ പതിഞ്ഞു. ഇത് പക്ഷെ ആദ്യത്തേതുപോലെ ആയിരുന്നില്ല. അർജുന് ചുറ്റും നടക്കുന്നതൊക്കെ രണ്ടായി കാണാൻ തുടങ്ങി. വേണ്ട വേണ്ടെന്ന് വെക്കുമ്പോ നീ ആരാടാ ഇവളെക്കുറിച്ച് മോശം പറയാൻ? നിന്ന് ചീറിക്കൊണ്ടാണ് അക്ഷിത് ചോദിക്കുന്നത്. നീ തന്നെ ചോദിച്ചു നോക്ക് അവളോട് ഞാൻ ആരാണെന്ന്. പറഞ്ഞു കൊടുക്കടി ഞാൻ നിന്റെ ആരാണെന്ന്. അവളുടെ മുടിക്കുത്തിൽ പിടിച്ചു ഉലച്ചുകൊണ്ട് ആ ചോദ്യം ചോദിക്കാനായി വന്നവന്റെ കയ്യിൽ അക്ഷിത് പിടുത്തമിട്ടു. കയ്യൂക്കിന്റെ ബലം കാണിക്കേണ്ടത് വീട്ടിലെ സ്ത്രീകളോടാണ് എന്ന് കരുതുന്നവനാണോടാ നീ? അല്ലെ തന്നെ തല്ലിയാൽ തിരിച്ചു തല്ലില്ലെന്ന് ഉറപ്പുള്ളവർക്ക് മുമ്പിൽ കിടന്ന് ഇങ്ങനെ ആളാകാൻ നിനക്ക് നാണമില്ലേ? അക്ഷി അവജ്ഞയോടെ അർജുനെ നോക്കി ചോദിച്ചപ്പോ ആരോഹിയുടെ കണ്ണുകൾ നീണ്ടത് ഉമ്മറപ്പടിയിൽ നിന്ന് ഒരടി അനങ്ങാതെ നിൽക്കുന്ന ബന്ധുക്കളിലേക്കാണ്. എന്നാൽ അതേ സമയം തന്നെ അവർക്കിടയിൽ നിന്ന് ഗായത്രി നെഞ്ചിൽ കൈവച്ചുകൊണ്ട് മുറ്റത്തേക്ക് ഓടിയിറങ്ങി. ഇവളും ഇവളുടെ കാമുകനും ചേർന്ന് എന്റെ കുഞ്ഞിനെ കൊന്നോന്ന് അവർ ഉറക്കെ വിളിച്ചു ചോദിച്ചു. അക്ഷയുടെ കയ്യിൽ പിടിച്ചു നിന്ന അർജുനെ പിടിച്ചു മാറ്റിയിട്ടാണ് ഗായത്രി സംസാരിക്കുന്നത്. ഡാ ചെറുക്ക, നീ ആരാ ഇവിടെ വന്ന ആളാകാൻ? ഇതെന്റെ മോന്റെ വീടാ. ഈ നിൽക്കുന്നത് ഇവൻ വിവാഹം കഴിക്കാൻ പോകുന്ന പെണ്ണും. ഗായത്രി പറഞ്ഞ കാര്യങ്ങൾ ചെറുഞെട്ടലോടെയാണ് അക്ഷി കേട്ടത്. എങ്കിലും വിട്ടുകൊടുക്കാൻ തയ്യാറാകത്തതുപോലെ അവൻ തുടർന്നു.
നിങ്ങളുടെ മകൻ ഇവളെ വിവാഹം കഴിക്കുവോ കഴിക്കാതിരിക്കുവോ അതൊക്കെ നിങ്ങളുടെ പേഴ്സണൽ മാറ്ററാണ്. എന്റെ കൺമുമ്പിൽ വെച്ച് എന്റെ സ്റ്റാഫിനെ തല്ലിയതാണ് ഞാൻ ചോദ്യം ചെയ്തത്. ഭാവഭേദം ഒന്നുമില്ലാതെ അക്ഷി പറഞ്ഞതും ഗായത്രിയും അർജുനും മുഖത്തോട് മുഖം നോക്കി. അർജുൻ കണ്ണു കാണിച്ചപ്പോ ഗായത്രിയുടെ ചുണ്ടിൽ ഒരു ക്രൂരമായ ചിരി വിടർന്നു. അർജുൻ ഉദ്ദേശിച്ച കാര്യം കൃത്യമായി മനസ്സിലാക്കിയെടുത്തതുപോലെ. അതെന്താണ് ചെറുക്ക? അവളെ തൊട്ടാൽ നിനക്ക് പൊള്ളാനും മാത്രം എന്തു ബന്ധമാണ് നിങ്ങൾ തമ്മിലുള്ളത്? ഞങ്ങളും കൂടെ അറിയട്ടെ, പറ. അതോ ഇനി എന്റെ മോനോടുള്ളതുപോലെ എന്തേലും ബന്ധം ഇവൾക്ക് നിന്നോടും ഉണ്ടോ? ഗായത്രിയുടെ വാക്കുകൾ ഒരുതരം അറപ്പോടെയും ഞെട്ടലോടെയുമാണ് ആരോഹി കേട്ടത്. ഇവരിത് എന്തൊക്കെയാണ് പറയുന്നത്? ആരോഹി മനസ്സിലോർത്തു. ദാ നോക്ക്, നിങ്ങൾക്ക് വായിൽ തോന്നിയത് ഈ അക്ഷിതിനോട് വിളിച്ചു പറയാൻ നിൽക്കണ്ട. നിങ്ങൾ പറയുന്ന ഇമാതിരി വർത്താനം കേട്ട് നിൽക്കുന്നവർ ഇവിടെ കാണും. വരാന്തയിൽ അവരുടെ സംസാരങ്ങൾ വീക്ഷിച്ചുകൊണ്ട് നിന്ന മുഖങ്ങളിലേക്ക് നോക്കിയാണ് അക്ഷിത് അത് പറഞ്ഞത്. ഇനി അതല്ല, നിങ്ങൾക്ക് പറഞ്ഞേ പറ്റൂന്നാണെങ്കിൽ പ്രായമൊക്കെ ഞാനങ്ങ് മറക്കും. അമ്മയുടെ പ്രായമുള്ള സ്ത്രീകളെ തല്ലി എനിക്ക് ശീലമില്ല. പക്ഷെ ഇരുന്നു വാങ്ങാൻ നിൽക്കുന്നവർക്ക് വയറ് നിറച്ചു കൊടുക്കണം. അതാണ് എന്റെ പോളിസി. അക്ഷിത് അത് പറഞ്ഞതും ആരോഹി പെട്ടെന്ന് തന്നെ സ്വബോധത്തിലേക്ക് വന്നതുപോലെ അവന്റെ അരികിലേക്ക് ചെന്നു. സർ, പ്ലീസ്. താൻ എന്തിനാ ആരോഹി ഇവരെ ഇങ്ങനെ പേടിക്കുന്നത്? ഇതിപ്പോ തന്റെ നിൽപ്പും ഭാവമൊക്കെ കണ്ടാൽ താൻ എന്തോ വലിയ അപരാധം ചെയ്തതുപോലെയാണ്. തെറ്റ് ചെയ്യാത്തിടത്തോളം കാലം നമ്മൾ തല ഉയർത്തി തന്നെ നിൽക്കണം. അല്പം കുനിഞ്ഞു നിൽക്കുന്ന അവളുടെ മുഖത്തേക്ക് നോക്കി അക്ഷിത് അത് പറഞ്ഞതും അവൾ മുഖമുയർത്തി അവനെ നോക്കി. അപ്പോഴേക്കും വരാന്തയിൽ നിന്ന ആളുകൾക്കിടയിൽ നിന്ന് വസുത മുറ്റത്തേക്ക് ഇറങ്ങി വന്നിരുന്നു. ആരോഹി അവർക്കരികിലേക്ക് നിന്നു. ആരോഹി ഒന്ന് നോക്കിക്കൊണ്ട് അക്ഷിത് കാറിലേക്ക് കയറി. അല്പനേരത്തിനകം തന്നെ കാറ് ആ കോമ്പൗണ്ട് കടന്ന് പുറത്തേക്ക് പോയി. കത്തുന്ന കണ്ണുകളോടെ ഗായത്രിയും അർജുനെയും മാറി മാറി നോക്കുകയാണ് വസുത. നിനക്കാരാണ് എന്റെ മകളുടെ ദേഹത്ത് കൈവയ്ക്കാൻ അധികാരം തന്നത്? അർജുന്റെ മുഖത്തേക്ക് രൂക്ഷമായി നോക്കിക്കൊണ്ട് വസുത ചോദിച്ചതും അർജുൻ അല്പം പതറി. ഞാൻ അവളെ വിവാഹം കഴിക്കാൻ പോകുന്നവനാണ്. അതുകൊണ്ട് തന്നെ അവൾ എവിടെ പോകുന്നു, ആരുടെയൊക്കെ ഒപ്പം പോകുന്നു, എന്ത് ചെയ്യുന്നു എന്നൊക്കെ ഞാൻ അറിഞ്ഞിരിക്കണം. കണ്ടവന്റെ കൂടെ അഴിഞ്ഞാടി നടന്ന് ഒടുക്കം. അത്രയും പറഞ്ഞത് മാത്രമേ അർജുന് ഓർമ്മയുള്ളൂ. നിമി നേരത്തിനുള്ളിൽ തന്നെ വസുതയുടെ കൈ ശക്തിയോടെ അവന്റെ കവളിൽ പതിഞ്ഞു. ഇനി ഒരക്ഷരം എന്റെ മോളെക്കുറിച്ച് മോശമായി നിന്റെ നാവിൽ നിന്നും വീഴരുത്. വീണാൽ ആ നാവ് ഞാൻ പിഴുതെടുക്കും. നിനക്കവൾ എന്തെങ്കിലും തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അവളെ വിമർശിക്കാം, തെറ്റ് ചെയ്തത് ചൂണ്ടിക്കാട്ടാം. അല്ലാത്ത പക്ഷം കണ്ട തെരുവ് പെണ്ണുങ്ങളോട് അവളെ ഉപമിക്കുന്ന തരത്തിലുള്ള സംസാരം മേലിൽ എന്റെ മുമ്പിൽ വെച്ചോ അല്ലാതെ ഉണ്ടാവരുത്. താക്കീതുപോലെ അവന്റെ നേരെ കൈ ചൂണ്ടി വസുതി അത് പറഞ്ഞപ്പോ ഒരു നിമിഷം എല്ലാവരും പകച്ചു നിന്നുപോയി. കാരണം വസുതയെന്ന സാധാരണക്കാരിയായ അമ്മയിൽ നിന്നും ആരും ഒരിക്കലും അങ്ങനെ ഒരു പ്രവൃത്തി പ്രതീക്ഷിച്ചില്ല. അതിന്റെ ഞെട്ടൽ അവിടെ കൂടി നിന്ന ഓരോ മുഖങ്ങളിലും ഉണ്ട്. ആരോഗ്യ വിശ്വാസം വരാത്ത പോലെ തന്റെ അമ്മയുടെ മുഖത്തേക്ക് നോക്കി. അവൾക്ക് വിശ്വസിക്കാനാകുന്നുണ്ടായിരുന്നില്ല. അവൾ കാണുന്ന പതുങ്ങിയിരിക്കുന്ന അമ്മ തന്നെയാണോ ഇതെന്ന് ഒരു നിമിഷം അവൾ ചിന്തിച്ചുപോയി. അപ്പോഴേക്കും തന്നെ ഗായത്രി ചീറിക്കൊണ്ട് വസുതയുടെ അടുത്തേക്ക് വന്നു. നീ ആരാ നടി ഇതിന്റെ വിചാരം? എന്റെ മകനെ തല്ലാൻ മാത്രം ആയോ നീ? അലർന്ന പോലെ ഗായത്രി അത് ചോദിച്ചതും ഉമ്മർത്ത് നിന്ന് കൃഷ്ണമേനോൻ പുറത്തേക്ക് ഇറങ്ങി വന്നു. നോക്ക് ഗായത്രി, വസുത ചോദിച്ചതിൽ എന്താണ് തെറ്റ്? ആരോഹി അവളുടെ ജോലിയുടെ ആവശ്യവുമായി ബന്ധപ്പെട്ട് അല്പം താമസിച്ചെത്തിയപ്പോ ഈ രീതിയിലാണോ അവളോട് സംസാരിക്കേണ്ടത്? നിന്റെ മകനും ചെയ്ത തെറ്റിന് നീയും ന്യായീകരിക്കുകയാണോ? ഒരു നിമിഷം കൃഷ്ണമേനോന് മുൻപിൽ മറുപടിയില്ലാതെ ഗായത്രി നിന്നു. നോക്കർജുൻ, ഈ കുടുംബത്തിലെ ഒരാണുങ്ങളും ഇന്നുവരെ ഒരു സ്ത്രീകളുടെ മേലും കൈവച്ചിട്ടില്ല. അത് നമ്മൾ സ്ത്രീകൾക്ക് കൊടുക്കുന്ന ഒരു ബഹുമാനമായിട്ടാണ് കണക്കാക്കിയിരിക്കുന്നത്. ഇന്നുവരെ അത്രയും രൂക്ഷമായി പെരുമാറാൻ തക്കതായ രീതിയിൽ ഈ കുടുംബത്തിൽ ഒരു സ്ത്രീയും പ്രവർത്തിച്ചിട്ടില്ലെന്നും പറയാം. അതുകൊണ്ട് നീ ഇപ്പൊ ചെയ്ത തെറ്റിന് ആരോഗ്യോട് മാപ്പ് പറഞ്ഞേ പറ്റൂ. കട്ടായം പോലെ കൃഷ്ണമേനോൻ പറഞ്ഞതും ഗായത്രി അർജുന്റെ അച്ഛൻ ശബരിനാഥിന്റെ മുഖത്തേക്ക് നോക്കി.
അയാളുടെ മുഖത്തെ കല്ലിച്ച ഭാവം ഗായത്രിയെ കൂടുതൽ ഭയപ്പെടുത്തി. ഒടുക്കം നിവർത്തിയില്ലാതെ അർജുൻ ആരോഹിയെ നോക്കി. അവൾ വല്ലാത്തൊരവസ്ഥയിലായിരുന്നു ആ നിമിഷം. ആരോഹി, മാപ്പ്. എന്തിനോ വേണ്ടിയ രണ്ടക്ഷരം പറഞ്ഞു വെച്ചുകൊണ്ട് അവൻ അകത്തേക്ക് നോക്കാതെ കയറിപ്പോയി. അതീവ ദേഷ്യത്തോടെ തന്നെ. എന്തായാലും എല്ലാവരോടും നിൽക്കുകയല്ലേ, എനിക്ക് ചിലത് സംസാരിക്കാനുണ്ട്. ചുറ്റുമുള്ള എല്ലാവരെയും ഒന്ന് നോക്കിക്കൊണ്ട് ഗായത്രി പറഞ്ഞു. അകത്തേക്ക് കയറാൻ തുടങ്ങിയ അർജുൻ അവരുടെ സംസാരം കേട്ട് അവിടെ നിന്നു. എന്താണ് ഇനി അമ്മ പറയാൻ പോകുന്നത്? അവൻ മനസ്സിലോർത്തു. എന്റെ മനസ്സിൽ എന്റെ മകന്റെ ഭാര്യയെ വരേണ്ടത് അച്ചടക്കവും അവൻ പറഞ്ഞാൽ അവന്റെ ചൊൽപ്പടിക്ക് നിൽക്കുന്ന രീതിയിലുള്ള ഒരു പെണ്ണാണ്. മുൻപൊക്കെ, അതായത് ഈ ജോലിക്ക് പോകുന്നതിന് മുമ്പ്, ആരോഹിയും അത്തരത്തിൽ തന്നെയായിരുന്നു. പക്ഷെ ഇപ്പൊ കുറച്ച് ദിവസങ്ങളായിട്ട് ഇവൾക്ക് ഈ മാറ്റങ്ങൾ. ഇതിനു പിന്നിലെ കാരണം എന്താണെന്ന് എനിക്കറിയില്ല. ഇങ്ങനൊരു പെണ്ണിനെ എന്റെ മകന്റെ ഭാര്യയെ അംഗീകരിക്കാൻ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടുണ്ട്. എന്തോ ഗായത്രിയുടെ ആ സംസാരം ആരോഗ്യയിൽ പ്രത്യേകിച്ച് മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല എന്ന് പറയുന്നതാവും ശരി. ഗായത്രിയുടെ വാക്കുകൾ കേട്ട് എല്ലാവരും ഒരു ഞെട്ടലോടെ നേരെ നോക്കിയത് ആരോഗ്യയുടെ മുഖത്ത്. പറഞ്ഞു തീർന്നോ പറയാനുള്ളതല്ല? ഗായത്രിയെ നോക്കി മൂർച്ചയോടെ ആരോഗ്യ ചോദിച്ചു. ഇല്ലടി, പറയാനാണെങ്കിൽ ഇനി ഒരുപാടുണ്ട്. പക്ഷേ വേണ്ട, ഇനി അതേപ്പറ്റി ഒന്നും സംസാരിക്കാതിരിക്കുന്നതാണ് ഇരു കൂട്ടർക്കും നല്ലത്. ഗായത്രി എങ്ങും തൊടാത്ത രീതി പറഞ്ഞു. അതേസമയം അർജുന് വല്ലാത്ത ദേഷ്യം വരുന്നുണ്ട്. അവന്റെ മനസ്സിൽ ചില പദ്ധതികളൊക്കെ ഉണ്ട്. താൻ 5 വർഷം പ്രേമിച്ച പെണ്ണാണ് ആരോഹി. അവളെ അങ്ങനെ വെറുതെ വിട്ടുകളയാൻ പറ്റില്ല. ഒരുപാട് രാത്രികളിൽ തന്റെ ഉറക്കം കെടുത്തിയവൾ, ഏറെ മോഹിപ്പിച്ചവൾ. ഒരിക്കലെങ്കിലും അവളെയൊന്ന് അറിയാതെ മറ്റൊരു ബന്ധത്തിലേക്ക് കാലെടുത്തു വെച്ചാല് താനത് ജീവിതത്തിൽ ചെയ്യുന്ന ഏറ്റവും വലിയ അബദ്ധമായിരിക്കും. അവളുടെ മൃദുലതയേറിയ കവിളിണകളും പനിനീർ ദളങ്ങളെ അനുസ്മരിപ്പിക്കും വിധമുള്ള അധരങ്ങളും ഒരു തവണയെങ്കിലും അതിന്റെ രുചിയൊന്നറിയാതെ എങ്ങനെയാണ് അവളെ ഒഴിവാക്കുന്നത്? അർജുൻ മനസ്സിലോർത്തുകൊണ്ട് മുറ്റത്തേക്ക് ഇറങ്ങി വന്നു. അമ്മേ, അമ്മ എന്തൊക്കെയാണ് ഈ പറയുന്നേ? പെട്ടെന്ന് എനിക്കെന്തോ ദേഷ്യം വന്നപ്പോ ഞാൻ ആരോഗ്യക്കുറിച്ച് അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിൽ പോലും അവളെ മറന്ന് എനിക്കൊരു ജീവിതമില്ല. എന്നാൽ അർജുന്റെ വാക്കുകൾ പ്രത്യേകിച്ച് യാതൊരു വ്യത്യാസവും ഉണ്ടാക്കിയില്ല ആരോഗ്യയിൽ. അവൾ ഇപ്പോഴും കൈകെട്ടി എല്ലാവരെയും രൂക്ഷമായി നോക്കിക്കൊണ്ട് അതേ നിൽപ്പ് നിന്നു. നോക്കാരോഹി, ഞാൻ അപ്പോഴത്തെ ടെൻഷനിൽ എന്തൊക്കെയോ പറഞ്ഞതാണ്. നീ എന്നോട് ക്ഷമിക്കണം. ഇത് ഞാൻ ഉള്ളിത്തട്ടി നിന്നോട് ചോദിക്കുന്ന ക്ഷമാപണമാണ്. പെട്ടെന്ന് നിന്റെ കാര്യത്തിൽ എന്നേക്കാൾ കൂടുതൽ അധികാരം നിന്റെ സാറ് കാണിച്ചപ്പോ എനിക്കതൊന്നും കണ്ടു നിൽക്കാനായില്ല. എനിക്കത്രയ്ക്ക് ഇഷ്ടമാണ് നിന്നെ. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും മോശപ്പെട്ട ഭാഷയിൽ നിന്നെക്കുറിച്ച് സംസാരിച്ചത്. നീ എന്നോട് ക്ഷമിക്കില്ലേ? ആരോഹിയുടെ കൈകൾ രണ്ടും കൂട്ടിപ്പിടിച്ചുകൊണ്ട് അർജുൻ അത് ചോദിച്ചപ്പോ അവൾ കൈയെ അവനിൽ നിന്ന് അടർത്തി മാറ്റിയെടുത്തുകൊണ്ട് രണ്ടടി പിന്നിലേക്ക് നീങ്ങി നിന്നു. തുടരും.